ശ്രീ രാജു പി നായർ, ഈ ക്ഷേമ പെൻഷൻ കൈക്കൂലി വിവാദം എന്നുള്ളത് കെ.സി. വേണുഗോപാൽ UDF കൺവെൻഷന് നടത്തിയ ഒരു പരാമർശമാണ്. അത് വലിയ വിവാദമായി മാറുന്നു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം, ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഒരു നെടുനീളൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതിൽ കുറേ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുകയാണ്, കുറേ ചോദ്യങ്ങളുമുണ്ട് അതിൽ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വരുത്തിയ കുടിശ്ശിക, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, ഇനി ഈ കുടിശ്ശിക കൊടുത്തതിന് ശേഷമേ താൻ ശമ്പളം വാങ്ങൂ, എല്ലാ മാസവും ക്ഷേമ പെൻഷൻ നൽകിയ ശേഷമേ ശമ്പളം വാങ്ങൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ് 2015 ഡിസംബർ 23 ക്യാബിനറ്റ് കഴിഞ്ഞുള്ള വാർത്താ സമ്മേളനം, അതിനുശേഷം പറഞ്ഞ കാര്യം. പിന്നീട് എന്താണ് സംഭവിച്ചത്, എത്ര കുടിശ്ശികയായി നൽകിയിട്ടുണ്ട് എന്ന കാര്യം, MK മുനീർ നിയമസഭയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, അതിൽ ഉമ്മൻചാണ്ടി പറഞ്ഞതുമായി വൈരുദ്ധ്യം, ഇങ്ങനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, ഒപ്പം തപാൽ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിലെന്താണ് സംഭവിച്ചത്, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ക്ലാരിറ്റിയോടെ അതിന് മറുപടി വേണമെന്ന് ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് ആ വിവാദം എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നിലമ്പൂർ എന്നുള്ളതിലെ നമ്മൾ പ്രാദേശികമായ അല്ലെങ്കിൽ ഒരു ലോക്കലൈസ്ഡ് വിഷയം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കൊണ്ടുചെന്ന് നിങ്ങൾ തന്നെ ഒരു വടി ഇട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് തന്നെ ബൂമറാങ് ആവുന്ന അവസ്ഥയിലേക്കായി മാറിയോ കാര്യങ്ങൾ? ഞങ്ങൾക്കൊരു വടിയില്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ചർച്ചയിലേക്ക് തന്നെയാണ് വരുന്നത്, ആഗ്രഹിക്കുന്ന ചർച്ചയിലേക്ക് തന്നെ. തോമസ് ഐസക്ക് നെടുനീളൻ പോസ്റ്റ് ഒന്നും ഇടണ്ട. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ എഴുതുന്നത് വെറുതെ അക്ഷരം നോക്കി വായിക്കുക മാത്രമാണ് ചെയ്തിരുന്നതെങ്കിൽ അദ്ദേഹം M സ്വരാജ്, ഇപ്പോഴത്തെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, അദ്ദേഹം കൊടുത്തിരിക്കുന്ന മറുപടി 2017 അദ്ദേഹം കൊടുത്ത മറുപടി ഒന്ന് വായിച്ചു നോക്കിയാൽ, അന്ന് വെറുതെ ഉദ്യോഗസ്ഥർ എഴുതി കൊടുത്തത് നോക്കി വായിക്കുക മാത്രമാണ് ചെയ്തതെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ ആരോപണം എനിക്കില്ല. അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് വായിച്ചാൽ മതി. പിന്നെ അതിനു മുമ്പ് MK മുനീറിന് തദ്ദേശ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത ഒരു മറുപടിയാണ് ഇവർ പറയുന്നത്. അന്ന് ആ സമയത്ത് 6 മാസത്തോളം കുടിശ്ശിക ചിലതിലുണ്ടായിരുന്നു എന്നുള്ളത് ഒരു കാര്യമായിട്ട് പറയുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷനുകളുമായിട്ട് ബന്ധപ്പെട്ട, അതിനകത്ത് 6 മാസത്തെ കുടിശ്ശിക ഉണ്ടെന്നുള്ളതും, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ, അതായത് കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ 10 മാസം കുടിശ്ശിക ഉണ്ടെന്നുള്ളതായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് CPM-ന്റെ ആൾക്കാരെല്ലാവരും വന്ന് കേരളത്തിൽ മടക്കാൻ മറന്നുപോയതാകാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ വിശദമായി പോകണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നമുക്ക് അതിനുള്ള സമയമില്ല. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഇത്തരം വിശദാംശത്തിലേക്ക് അന്നത്തെ ധനകാര്യമന്ത്രി ചില കാര്യങ്ങൾ കണക്കുകൾ സഹിതം ചൂണ്ടിക്കാട്ടുന്ന തലത്തിലേക്ക് അത് എത്തിച്ചേർന്നിരിക്കുന്നു. കെ.സി. വേണുഗോപാൽ ഒരുപക്ഷെ ഇത്രയുമൊന്നും പ്രതീക്ഷിച്ച് കാണില്ല എന്നുള്ള എന്റെ സംശയം ഞാൻ ഉന്നയിക്കുകയായിരുന്നു. രാജു പി നായർ, അല്ല, കെ.സി. വേണുഗോപാൽ പ്രതീക്ഷിച്ചോ ഇല്ലയോ, അല്ലെങ്കിൽ ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ഇതാണോ എന്നല്ല. പക്ഷേ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. നോക്കൂ, അങ്ങ് തന്നെ പറഞ്ഞ പോലെ മുനീറിന് കൊടുത്ത മറുപടി പോലും ഇപ്പം അവർ കോട്ട് ചെയ്യുന്നതാണ്. അതിൽ പോലും ക്ഷേമ ബോർഡ് പെൻഷൻ എന്ന് വെച്ചാൽ അംശാദായം മേടിച്ച് അടയ്ക്കുന്നവരുടെ പെൻഷൻ 10 മാസം പെൻഡിങ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നതിനകത്ത്, ഇല്ലേ? ഇപ്പം എത്ര മാസം പെൻഡിങ്? 20 മാസത്തിന് മേലെ കെട്ടിട നിർമ്മാണി, കർഷക തൊഴിലാളി, തയ്യൽ തൊഴിലാളി, ചെത്തു തൊഴിലാളി മുതൽ മുഴുവൻ ക്ഷേമ പെൻഷനുകളും കുടിശ്ശികയല്ലേ? 2500 കോടി രൂപ ആ ക്ഷേമ ബോർഡുകളിൽ നിന്ന് ഈ സർക്കാർ എടുത്തുകൊണ്ട് പോയില്ലേ പെൻഷൻ? ആരുടെയാ? ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികൾ അവരുടെ അംശം അടയ്ക്കുന്ന ആ പണത്തിൽ നിന്ന് 2500 കോടി സർക്കാർ എടുത്തുകൊണ്ട് പോയിട്ട് ആ പാവപ്പെട്ട മനുഷ്യർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല, ഇല്ലേ? പിന്നെ ഇത് കഴിഞ്ഞ് രണ്ടാമത് വന്നത് എന്താ? ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നൈതികത കൊണ്ട് പറഞ്ഞിരിക്കട്ടെ. ഉമ്മൻചാണ്ടി ആ ഭരണം വിട്ടൊഴിയുമ്പോൾ എന്താ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത്? ഒരു പക്ഷേ എൻ്റെ ബഹുമാനായ സുഹൃത്ത് CPM-ന്റെ പ്രതിനിധിയും പറയാൻ പോകുന്നത് തന്നെയായിരിക്കും. ഉമ്മൻചാണ്ടി അധികാരം വിട്ടൊഴിയുമ്പോൾ 18 മാസത്തെ പെൻഷൻ ഉണ്ടായിരുന്നുള്ളതും പിണറായി വിജയൻ വന്നതിനു ശേഷമാണ് ആ പെൻഷൻ കൊടുത്തു തീർത്തതെന്നല്ലേ ഇവർ പറയുന്നത്. അത് തെറ്റാണെന്ന് M സ്വരാജിന് തോമസ് ഐസക്ക് കൊടുത്ത മറുപടി തന്നെ നിയമസഭയിലുണ്ട്. ഇനി അദ്ദേഹം ഒന്നുകൂടി നോക്കൂ, ധവളപത്രം ഇറക്കി. ഈ 2014 പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ധവളപത്രം ഇറക്കി. ആ ധവളപത്രത്തിനകത്ത് എന്താ പറയുന്നത്? 838 കോടി മാത്രമാണ് അത് കൊടുക്കാനുണ്ടായിരുന്ന കുടിശ്ശിക എന്നുള്ളതല്ലേ പറയുന്നത്. ആ 838 കോടി രൂപയാണെങ്കിൽ 18 മാസം 600 രൂപ വെച്ച് 35 ലക്ഷം പേർക്ക് ആ പണം കൊടുക്കാൻ കുടിശ്ശികയുണ്ടായിരുന്നെങ്കിൽ 4200 കോടിക്ക് മേലെ വേണ്ടായിരുന്നോ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ?
അപ്പം 4200 കോടി വേണ്ടെടുത്ത് ധവളപത്രത്തിൽ തന്നെ ഈ സർക്കാർ പിണറായി 2016 സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 800 ചില്ലാനും കോടിയാണ് ആ കുടിശ്ശികയായി കൊടുത്തു തീർത്തിയെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ തോമസ് ഐസക്കിന്റെ മറുപടി ഞങ്ങൾ പറയണ്ട, അദ്ദേഹത്തിന്റെ സമയത്തുള്ള ധവളപത്രം, അദ്ദേഹം എം സ്വരാജിന് നിയമസഭയിൽ കൊടുത്ത മറുപടി, എം മുനീറിന് കൊടുത്തിരിക്കുന്ന മറുപടി എല്ലാം കൂടി എടുത്തു വായിച്ചിട്ട് സ്വയം ബോധ്യപ്പെട്ടാൽ മതി. ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തെ സംബന്ധിച്ച് ബോധ്യമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഈ പെൻഷൻ നിഷേധിക്കുന്നതാണ് ചർച്ച ചെയ്യപ്പെടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതുകൂടാതെ മറ്റതും ചർച്ച ചെയ്യപ്പെടും, ദേശീയപാത ഉൾപ്പെടെ. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാം. എനിക്ക് ദേശീയപാത ഞങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ പിണറായി വിജയൻ ഉണ്ടാക്കുന്ന ദേശീയപാതയാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ലായിരുന്നു. അതുണ്ടായിരുന്നത് പിണറായി വിജയനും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിനുമാണ്. അത് തകർന്നിരിക്കുന്നു. ഞാനൊരൊറ്റ കാര്യം പറയുന്നു. UDF ഖണ്ഡിതമായ നിലപാടും UDF ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിനകത്ത് അദാനിക്ക് കരാർ കൊടുത്തതുൾപ്പെടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി ഈ ഇതിൽ നടന്നിട്ടുണ്ട്. ഈ നിർമ്മാണത്തിലെ ഡിസൈൻ ഉള്ള പ്രശ്നം കൊണ്ട്, ഇതിനകത്ത് DPR ഇല്ലാതിരുന്നുകൊണ്ട്, ഇതിന് കൃത്യമായി മേൽനോട്ടം നയിക്കാൻ കഴിയാത്തതുകൊണ്ട് അശാസ്ത്രീയമായിരുന്നു ഈ നിർമ്മാണം. അത് NHAI പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുമുണ്ട്. ആ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം ഈ നാട്ടിലെ പല ജനങ്ങളുടെയും അവരുടെ വീടുകളിലേക്കും അവരുടെ കൃഷിയിടങ്ങളിലേക്കും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നു, വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ നമ്മുടെ പരിസ്ഥിതിയെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിലുണ്ടായി. അത് തകർന്നു വീണു. ഭാഗ്യവശാൽ ആ സമയത്ത് അധികം വാഹനങ്ങളില്ലാത്തതുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടില്ല. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം, UDF ഖണ്ഡിതമായിട്ട് ആവശ്യപ്പെടുന്നു ഈ നടന്നിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച്, അഴിമതിയെ സംബന്ധിച്ച് CBI അന്വേഷണം വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ബഹുമാനായ CPMന്റെ പ്രതിനിധി അടുത്ത ഘട്ടത്തിൽ കേരള സർക്കാരിൻ്റെ നിലപാട് എന്താണ്? നിങ്ങൾ CBI അന്വേഷണത്തിന് അനുകൂലമാണോ, അതോ ജുഡീഷ്യൽ കമ്മീഷൻ്റെ അന്വേഷണമാണോ, അതോ CAGയുടെ അന്വേഷണമാണോ? ഏത് അന്വേഷണമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? നിങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് നരേന്ദ്രമോദിയെ ഭയക്കുന്നത് കൊണ്ടാണോ ഇത്രമാത്രം കേരളത്തിൽ വലിയ ധൂർത്തും അഴിമതിയുമായിട്ട് നടന്ന അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ ഒരു അന്വേഷണം പോലും വേണം എന്ന് പറയാൻ കഴിയാത്തത് നിങ്ങൾ RSSന്റെ ആജ്ഞാനുവർത്തികളായതുകൊണ്ടാണോ? ഇത് കൃത്യമായിട്ട് മറ്റു പല കാര്യങ്ങളിലേക്കും പോകാതെ എന്തുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെടുന്നില്ല എന്ന് CPMന്റെ പ്രതിനിധി വ്യക്തമാക്കും എന്നാണ് ഞാൻ കരുതുന്നത്.